ഓക്കെ, നമ്മൾ ഇന്ന് നമ്മുടെ ആവറേജ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരു പ്രൊജക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആ പ്രൊജക്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരു സൈഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ ഞങ്ങൾ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പെട്ടെന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആവറേജ് എന്ന ചാപ്റ്ററിൻ്റെ പ്രൊജക്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ് റൈറ്റ് എനി 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ഫൈൻഡ് ദെയർ സം. ഡസ് എനി മിഡിൽ ടൈം ഹാവ് എനി റിലേഷൻ ബിറ്റ്വീൻ ദം. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകൾ എഴുതി തുക കാണുക. അവയുടെ മധ്യത്തിലെ സംഖ്യയ്ക്ക് തുകയുമായി എന്താണ് ബന്ധം? നമുക്ക് ആദ്യം അത് തന്നെ ചെയ്തു നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ തുടർച്ചയായിട്ടുള്ള 5 എണ്ണൽ സംഖ്യകൾ വേണം. നമുക്ക് തൽക്കാലം 1, 2, 3, 4, 5 ഇങ്ങനത്തെ 5 എണ്ണൽ സംഖ്യ എടുത്ത്. ഓക്കെ, ഇനി എന്താ പറയണ്ടേ? അവയുടെ തുകയുമായി മധ്യത്തെ സംഖ്യയ്ക്ക് എന്താണ് ബന്ധം? നമുക്ക് ആദ്യം ഇവിടെ തുക, അതായത് ഇവരുടെ സമ്മ് കാണാം. എന്താണ് 1 + 2 + 3 + 4 + 5. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് കൂട്ടിക്കഴിയുമ്പോൾ എന്താണ് സമ്മെന്ന് നോക്കാം. എളുപ്പമാണ്, ഇത് കൂട്ടാൻ വലിയ പാടൊന്നുമില്ല. 1 + 2 + 3 + 4 + 5 നമുക്ക് എത്ര കിട്ടും? 15 കിട്ടും. ഓക്കെ, ഇതാണ് സമ്മ്. തുടർച്ച 5 എണ്ണസംഖ്യയുടെ തുക കാണുക. അവയുടെ മധ്യത്തിലെ സംഖ്യയ്ക്ക് തുകയുമായി എന്താണ് ബന്ധം? ഇനി നമ്മുടെ സംഖ്യ ഏതാണ്? ഈ മിഡിൽ ടൈം എന്ന് പറയുന്നത് 3 ആണ് അല്ലേ? മധ്യത്തിലെ സംഖ്യ എന്ന് പറയണത്, അല്ലെങ്കിൽ മിഡിൽ ടൈം എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 കിട്ടി മിഡിൽ ടൈം. സമ്മ് എത്രയാണ്? 15 ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ 3 × 5 ആണ് 15 എന്ന് പറയാം. പക്ഷേ ഒറ്റൊരു ക്വസ്റ്റ്യൻ കണ്ട് അത് ശരിയാണോ എന്ന് നോക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺസിക്യൂട്ടീവ് അവിടെ വേറെ കുറച്ച് നമ്പേഴ്സും കൂടി എടുത്തു നോക്കാം. 5, 6, 7, 8, 9, 10 നമ്മൾക്ക് രണ്ടാമത്തെ സെറ്റാണ് ഇത്. ഇവിടെയും ഇതുപോലെ തന്നെ നമുക്ക് സം കണ്ടു നോക്കാം. സം കാണുമ്പോൾ എങ്ങനെയാ? ഇതുപോലെ തന്നെ 5, 6, 7, 8, 9, 10 ഇപ്പം വൈകി വന്നവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി പറയുവാണ്. നമ്മൾ ഈ 6th ക്ലാസ്സിൻ്റെ ആവറേജ്, അതുപോലെ തന്നെ ശരാശരി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പ്രൊജക്റ്റായിട്ട് ടെക്സ്റ്റിൻ്റെ ബാക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ പറയണേ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകൾ എഴുതി തുക കാണുക. അവയുടെ മധ്യത്തിലെ സംഖ്യയ്ക്ക് തുകയുമായി എന്താണ് ബന്ധം? റൈറ്റ് എനി 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ഫൈൻഡ് ദെയർ സം. ഡസ് എനി മിഡിൽ നമ്പർ ഹാവ് എനി റിലേഷൻ ബിറ്റ്വീൻ ദം. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതിനകത്ത് നമ്മൾ വെറുതെ ആദ്യം കുറച്ച് നമ്പേഴ്സ് എടുത്ത് നോക്കി. ഏതൊക്കെ? 1, 2, 3, 4, 5 നമ്മൾ എടുത്തു നോക്കി. ഓക്കെ, ദെൻ നമ്മൾ അതിൻ്റെ ടെസ്റ്റ് അടിച്ച് നോക്കി എങ്ങനെയാണ് അത് വെച്ച് കിട്ടുന്നുണ്ടോ. അപ്പോൾ നമുക്ക് കിട്ടി ഈ നടുക്കത്തെ സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരിക്കുള്ള നമ്പറിൻ്റെ 5 ടൈംസ് ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മളതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്നും കൂടി ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഒന്നും കൂടി അടുത്ത നമ്പേഴ്സ് എടുത്ത്, ഏത് 5, 6, 7, 8, 9 എന്ന് പറഞ്ഞ നമ്പേഴ്സ് നമ്മൾ എടുത്ത് എന്താണെന്നു. അപ്പോൾ അതിൻ്റെ സം എന്ന് പറയുന്നത് 5 + 6 + 7 + 8 + 9 അതെന്ന് പറയുന്നത് നമുക്ക് 35 കിട്ടും. ഓക്കെ, ദെൻ ഇവിടുത്തെ മിഡിൽ ടൈം അല്ലെങ്കിൽ മധ്യ നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 7 ആണ്. ഓക്കെ, അതിൻ്റെ 5 ടൈംസ് തന്നെയാണ്, അതായത് 7 × 5 തന്നെയാണ് 35. അപ്പോൾ ഇനി നമ്മൾ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല അല്ലേ? 5 നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 5 നമ്പേഴ്സിൻ്റെ സം തന്നെ ആയിരിക്കും. അതിൻ്റെ മിഡിൽ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ സമ്മിനെ /5 ആയിരിക്കും. കുറച്ചൊരു ഭംഗിയാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശരാശരിയാണെന്ന് പറയാം നമുക്ക് അല്ലേ? 5 സംഖ്യകളുടെ ശരാശരിയാണ് എന്ത്? അതിൽ മധ്യത്തിലുള്ള നമ്പർ. എങ്ങനെ പറയാം? 5 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എടുത്താൽ അവയുടെ ആവറേജ് ആണ് എന്ത്?
അതിലാ മിഡിൽ നമ്പർ. എന്തായിരുന്നു ആവറേജ്? കുറേ നാൾ നമ്മൾ പറയുന്ന കാര്യമാണ് ആവറേജ് എന്താണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ സം ഡിവൈഡഡ് ബൈ നമ്പർ. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ കേസിൽ, അതായത് ഈ ഒന്നാമത്തെ കേസിൽ ആവറേജ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? സമ്മ് 15 അതേ ബൈ 5 എത്ര വരും? 3. അതായിരുന്നു നമ്മുടെ മധ്യസ്ഥ നമ്പർ. കണ്ടോ നിങ്ങൾ? രണ്ടാമത്തെ കേസിൽ എങ്ങനെയായിരുന്നു? 35 ബൈ 5 അപ്പോൾ 7 വരും. അതാണ് നമുക്കിവിടെ മിഡിൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? നമ്മൾ 5 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവയുടെ സമ്മായിരിക്കും, അല്ലെങ്കിൽ അവയുടെ ആവറേജ് ആയിരിക്കും എന്ത്? മിഡിൽ എന്ന് പറയണത്. കിട്ടിയ? അത്രയേ ഉള്ളൂ.